ആഹാ, എന്താ വിശാലത! അടിപൊളിയല്ലേ? വാവ് വാവ്. എന്തോ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഇതെന്തോന്ന് മനസ്സിലായ? ഇത് നമ്മൾ ഇതിൻ്റെ ബാക്കിലാണ് നിൽക്കുന്നത്. വാ, നമുക്കിൻ്റെ ഫ്രണ്ടിൽ പോകാം. വാ, ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാരെ ക്യൂ ആണ്. ഹലോ എവരിവൺ, ട്രിപ്പ് ടോക്സിലെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബസ്സിലാണ് ഇരിക്കുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പാലസ് കാണാനാണ്. പാലസ് നമ്മൾ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. യെസ്, കസറൽ വത്തനിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇപ്പം ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കസറൽ വത്തൻ ലക്ഷ്യമാക്കി ഇങ്ങനെ നടക്കുകയാണ്. കണ്ടില്ലേ, അടിപൊളി പാർക്കിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കണം. ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഓക്കെ. ഇപ്പോൾ ഗായ്സ്, നമ്മളിതാ ടിക്കറ്റൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇനിയും പോകണമെന്ന് പറയുന്നു. അപ്പോൾ അതിനായിട്ട് ബസ്സിലിരിക്കുകയാണ് നമ്മളിപ്പം. ബസ്സിൽ കയറിയിട്ടാണ് പാലസിലോട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ 2 ടിക്കറ്റും എടുത്ത് നമ്മൾ ബസ്സിലും കയറിയതാ ഇവിടെ പാലസിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, എന്തോ ഒരു വിശാലത! 53 ഫുട്ബോൾ ഫീൽഡിൻ്റെ അത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഈ പാലസ് എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് പാലസാണ്. കസറൽ വത്തൻ വർക്കിംഗ് പാലസ് എന്ന് പറയുമ്പോൾ അവർ ആരും ഇവിടെ താമസിക്കുന്നില്ല. ബട്ട് ഒഫീഷ്യലായിട്ട് ഗസ്റ്റുകൾ, അതായത് ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ഗസ്റ്റുകൾ റിസീവ് ചെയ്യാനും അതുപോലുള്ള ഫങ്ഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പാലസാണ്. അപ്പോൾ നമ്മളെ എൻട്രൻസിൽ നിന്ന് കയറി സ്ട്രെയിറ്റ് വരുമ്പോൾ ഇത് ഗ്രേറ്റ് ഹാളാണ്. കണ്ടില്ലേ, തോരം വലിപ്പമുള്ള ഒരു ഹാളാണ് ഗ്രേറ്റ് ഹാൾ. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഡോമുണ്ട്, സെൻട്രൽ ഡോം. എന്തോ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഇതെന്തോന്ന് മനസ്സിലായ? ഇത് നമ്മൾ ഇതിൻ്റെ ബാക്കിലാണ് നിൽക്കുന്നത്. വാ, നമുക്കിൻ്റെ ഫ്രണ്ടിൽ പോകാം. വാ, നമുക്ക് ഇതിലേക്കൂടി. ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇതിൽ. ഇത് സംഭവം ഇതാണ് മാഗ്നിഫിസൻസ് ഡീറ്റെയിൽസ്. ഇതിൽ കുറച്ച് ഡിസൈൻ എലിമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് സംഭവം. എന്താണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ വെബ്സൈറ്റിലൊരു മാപ്പുണ്ട്. ആ മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഓരോ ഡയറക്ഷനിൽ ടച്ച് ചെയ്ത് പോവാം. നമ്മൾ നേരെയും കയറിപ്പോയി. ഹായ്. ഓക്കെ, അപ്പോൾ ഇത് പ്രസ് കോൺഫറൻസ് റൂമാണ്. കണ്ടില്ലേ, ഇവിടെ വന്നാൽ ഒത്തിരി സോൺസ് ഉണ്ട്. അപ്പം നമ്മൾ ആ സോണിനൊരു ഓർഡറുണ്ട്. ആ ഓർഡർ അനുസരിച്ച് വേണം നമ്മൾ പോകാൻ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ എളുപ്പമായിരിക്കും. നമ്മൾ ഹൗസ് ഓഫ് നോളജിലേക്കാണ് പോകുന്നത്. എന്തുമല്ലേ ഇവിടെ ഇങ്ങനെ നോക്കി നമ്മളിങ്ങനെ നിന്ന് ഫുള്ള് സംഭവം റോയൽറ്റിയാണ്. റോയൽറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ പാലസിൽ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്തിരിക്കണം. കണ്ടില്ലേ, എന്ത് അടിപൊളി! ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വർക്കിംഗ് പാലസാണ്. അതായത് ഫോറിൻ ഡിഗ്നിറ്ററീസിനെയൊക്കെ അവർ റിസീവ് ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു, അപ്പം അങ്ങനെ ഒരു മീറ്റിംഗ് റൂമാണിത്. ലൈബ്രറിയാണ് ഗൈസ്. ആഹാ,
ഇതാണ് ലൈബ്രറി. ഓഹ്, അടിപൊളിയല്ലേ, സൂപ്പർ. ഇവിടെയും ഫുള്ള് ഹിസ്റ്റോറിക്കലായിട്ടും പിന്നെ അവരുടെ പൊളിറ്റിക്കൽ സംഭവങ്ങളൊക്കെയാണ് ബുക്സ് എല്ലാം. അതെ, അങ്ങനെ ഹൗസ് ഓഫ് നോളജും ലൈബ്രറി ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പഠിത്തം കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? ഇവിടെ എന്തൊക്കെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതും മീറ്റിംഗ് റൂമിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. നേരെ എന്തോ സംഭവം ഉണ്ടല്ലോ, നേരെ എന്തോ സംഭവം ഉണ്ട് ഗൈസ്. അത് നമ്മൾ കണ്ടുപിടിക്കണം എന്തോ ആണെന്ന്. അവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് സെൻട്രൽ ഡോം, കണ്ടില്ലേ? എന്ത് ഒരു മൂണിൻ്റെ ഷേപ്പല്ലേ, കണ്ട അല്ലേ? അപ്പം ഈ വർക്കിംഗ് പാലസ് എന്ന് ഉദ്ദേശിച്ചത് ഇതാണ്. ഒരു പറഞ്ഞിരിക്കുന്നത് മെയിൻ ഫങ്ഷൻ ഓഫ് ദ പാലസ് ഇസ് ടു ഹോസ്റ്റ് വിസിറ്റ്സ് ബൈ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സ്. ഫോറിൻ മിനിസ്റ്റേഴ്സും അവിടുത്തെ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെയൊക്കെ ഇവിടെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് പാലസ് ഉപയോഗിക്കുന്നത് അവർ. ഇവിടെ ഫുള്ള് ഗിഫ്റ്റ്സ് കളക്ഷനാണ്. റൈഫിൾസും വാളും എല്ലാം, വെപ്പണൊക്കെ കുറച്ചുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് സൗദി കിങ്ങിൻ്റെ മെഡലാണ്. ഇതൊക്കെ ഇവർ ഗിഫ്റ്റായിട്ട് ഇവിടെ കളക്ഷൻ ആയിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഫുള്ള് പോയിൻസും മെഡൽസ് ആൻഡ് കോയിൻസും. ഇവിടെ ഒരു പ്രസിഡൻഷ്യൽ ബാങ്ക്വേ ഹാളുണ്ട്, കണ്ടില്ലേ? 300 ഗസ്റ്റിനെ അറ്റ് എ ടൈം അവർക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു കാര്യം പറയാം. ഇവിടെ നമ്മൾ ടോയ്ലറ്റിലൊന്ന് പോയി, ടോയ്ലറ്റ് കണ്ട ലക്ഷറി ടോയ്ലറ്റ്, അതായത് ഗോൾഡൊക്കെ വെച്ച് പൂശി വെച്ചിരിക്കുന്നു. നമ്മൾ അത് കയറിയാലൊന്ന് പോകാനൊക്കെ തോന്നും നമുക്ക്. അതുപോലത്തെ ടോയ്ലറ്റ്സ് ആണുള്ളത്. പാലസ് ആണല്ലോ, അപ്പം അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ പാലസൊക്കെ കണ്ടിട്ട് നമ്മളിതാ എക്സിറ്റ് ചെയ്യുവാണ് ഗൈസ്. നമുക്ക് എക്സിറ്റ് ചെയ്യാമല്ലേ? നമ്മൾ പുറത്ത് ചാടാം. സോ ഗൈസ്, പാലസൊക്കെ കണ്ടിട്ട് നമ്മളിതാ പുറത്ത് വന്നിരിക്കുകയാണ്. പുറത്തിങ്ങനെ ഒരു സിറ്റിംഗ് ഏരിയ ആണ് അല്ലേ? ഇവിടെ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ. അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, എല്ലാവർക്കും ബൈ.